കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി വളരെ ദൂരവ്യാപകമായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് അധ്യാപകരെ ഒരു വടിയെടുക്കുന്നതിന് അകത്തൊരു തെറ്റുമില്ല. വിദ്യാഭ്യാസത്തിൽ ഒരു പക്ഷേ അത് വളരെ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. അധ്യാപകർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അന്വേഷിച്ച് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ എടുക്കാവൂ എന്നൊക്കെയുള്ള വളരെ വ്യക്തമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് അധ്യാപകരുടെ മൊറയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കും. പ്രത്യേകിച്ച് നല്ല അധ്യാപകരെ സംബന്ധിച്ച് അവർക്ക് ഒരു ആശ്വാസമാണിത്. അവരൊന്നും ഓടിപ്പോയി വടിയെടുക്കുന്നവരൊന്നും അല്ല. അല്ലെങ്കിലും ഏറ്റവും മികച്ച അധ്യാപകർക്ക് കയ്യിൽ വടിയൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ അവർ ഈ കാലഘട്ടത്തിലൊക്കെ അവർ വളരെ ഇഫക്റ്റീവായി നിന്നിട്ടുള്ളവരുമാണ്. പക്ഷേ എങ്കിലും അവരെ മാനിക്കുന്ന, അവരെ ഒന്ന് അവരുടെ ശ്രേഷ്ഠത സമൂഹത്തിൽ എവിടെയാണ് അവരുടെ സ്ഥാനമെന്നൊന്ന് ഉറപ്പിക്കുന്ന ഈ വിധി തീർച്ചയായിട്ടും നല്ലൊരു കയ്യടി കൊടുക്കേണ്ട ഒരു വിധിയാണ്. എന്നാൽ ഇത് വടിയെടുത്തതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസം നന്നാവില്ല, വിദ്യാർത്ഥി നന്നാവില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. പ്രധാനമായിട്ട് ആ വിധിയിൽ പറയുന്നത് അധ്യാപകരൊരു അത്യാവശ്യത്തിനൊരു വടിയെടുക്കുകയോ ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വളരെ ശക്തമായ ഒരു വിധിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, നമുക്ക് വന്നിട്ടുള്ള അപജയങ്ങളെ മനസ്സിലാക്കി ഈ വിധി ഒരു തിരുത്തലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നല്ലൊരു ശതമാനം നല്ല അധ്യാപകർ കഴിഞ്ഞ കുറേ കാലമായിട്ട് പേടിച്ചും അരണ്ടും ജീവിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കേണ്ട വന്നിട്ടുണ്ട്. ചിലരൊക്കെ അകാരണമായി നിയമത്തിൻ്റെ കുരുക്കിലും ഒക്കെ പെടേണ്ടി വന്നിട്ടുണ്ട്. പലതരത്തിൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല അധ്യാപകരുടെ മൊറയിൽ നശിപ്പിച്ച ഒരു കാലഘട്ടത്തിനൊരു തിരുത്തലെന്ന നിലയിലാണ് ഈ വിധി വന്നിട്ടുള്ളതെന്നുള്ളത് വളരെ സ്വാഗതാർഹമായൊരു കാര്യമാണ്. വടി വിദ്യാഭ്യാസത്തെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ വടി മാത്രമായിട്ടൊരിക്കലും വിദ്യാഭ്യാസത്തെ രക്ഷിക്കില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വിധിന്യായത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ എഴുത്തും വായനയും പഠിത്തവും മാത്രമല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതും കുട്ടികളുടെ ധാർമ്മികതയെ രൂപീകരിക്കുന്നതും കുട്ടികളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടികളുടെ സമഗ്രമായ വികസനവും ഒക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. അവിടെ ശിക്ഷയും ശകാരവും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടി വന്നാൽ അവിടെ ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ശിക്ഷകളൊക്കെ ഉണ്ടാകുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോൾ അതൊക്കെ വളരെ അപ്രോപ്രിയേറ്റായിട്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ അത് ആ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 20-25 വർഷമായിട്ട് ബാലാവകാശ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞ് പലതും ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ വിദേശ രാജ്യത്തു നിന്ന് കെട്ടിയിറക്കിയതാണ് പലതും. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ റിയാലിറ്റീസ് ഒന്നും മനസ്സിലാക്കാതെ ഞാനൊക്കെ ആ കാലം മുതലേ ഇതിനകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഈ ബാലാവകാശ നിയമം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും കുഞ്ഞുങ്ങളുടെ ഇൻട്രസ്റ്റുകളെ സംരക്ഷിക്കപ്പെടാനും കുഞ്ഞുങ്ങളെ ആരോഗ്യപരമായി വളർത്താനും ആരോഗ്യപരമായി അവരെ ഡെവലപ്പ് ചെയ്യാനും കുഞ്ഞുങ്ങളെ നല്ല മനുഷ്യരാക്കി തീർക്കാനും തടസ്സമായി നിന്നതിനെയൊക്കെയാണ് ബാലാവകാശ നിയമത്തിലൂടെ ക്രമീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ്? കുഞ്ഞുങ്ങൾക്ക് കുറേ അവകാശങ്ങളെന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരെ ഉത്തരവാദിത്വമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, സ്വഭാവമില്ലാത്ത, യാതൊന്നുമില്ലാത്ത ഒരു കൂട്ടമായിട്ട് അവരെ മാറ്റുകയും ചെയ്തു. അതാണ് ഇവിടെ നടത്തിയ പരീക്ഷണങ്ങളുടെ ഒരു റിസൾട്ട്. അതിൻ്റെ ഭരണീയത പോലെ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും വളരെ നിലവാരം കുറഞ്ഞ ഒരു വിഭാഗം കുട്ടികൾ, അല്ലെങ്കിൽ പേടിച്ചരണ്ട് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് അവസ്ഥയിലിരിക്കുന്ന കുറേ, അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൽ തകർന്ന കുറേ കുട്ടികൾ, സമഗ്രമായി വളർന്ന വളരെ ചുരുക്കം കുട്ടികളേ ഉള്ളൂ. അത് ആരാണെന്ന് ചോദിച്ചാൽ അത്തരം വീടുകളിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം ബലഹീനതകളുണ്ടോ ആ ബലഹീനതകളെ പരിഹരിക്കാൻ കഴിയുന്ന ഭവനങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ മാത്രമാണ് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിന്നത്. ബഹുഭൂരിപക്ഷം കുട്ടികളെ, ഒരു പൊതുസമൂഹത്തെ മുഴുവൻ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു തിരുത്തലെന്ന നിലയിൽ ഈ ഹൈക്കോടതി വിധിക്ക് വലിയ സൊസൈറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ച്, നല്ല അധ്യാപകരെ സംബന്ധിച്ച് അവർക്കൊരു മൊറൈൽ ബൂസ്റ്റിംഗ് ആണിത്. കാരണം അവർക്കിനി അവരുടെ ജോലി ചെയ്യാൻ പോലീസിനെ പേടിക്കണ്ട, നിയമത്തെ പേടിക്കണ്ട,
പേടിക്കണ്ട, നല്ലത് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ ഉദ്ദേശമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ എതിരെ വരുന്ന ക്രിറ്റിസിസംസൊക്കെ പലതും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അധ്യാപകരെ ബഹുമാനമില്ലാത്ത ധാരാളം പേരൻസ് ഉണ്ട്. അവരും ഇപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെ ഉള്ളവരാണ്. അവരെ പഠിപ്പിച്ച കാലത്ത് അവരെ ക്രമീകരിക്കാനും നന്നാക്കാനും ശ്രമിച്ച അധ്യാപകരോടൊക്കെ വലിയ വിദ്വേഷമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പറയുന്ന അഭിപ്രായത്തിനല്ല ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു താല്പര്യം വിട്ടുകൊടുക്കേണ്ടത്. നമ്മൾ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളെ സംബന്ധിച്ച്, ഞാനൊരു പേരൻ്റാണ്, അധ്യാപകർ ഒരു നല്ല രീതിയിൽ കുട്ടികളെ ശകാരിക്കുകയും വഴക്കു പറയുകയും അത്യാവശ്യമെങ്കിൽ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നല്ല പേരൻറ്റിനെ സംബന്ധിച്ച് മാതൃകാപരമായിട്ട് തന്നെ ആണ്. അത് ആ കാര്യം ഒരു സംശയവുമില്ല. അപ്പോൾ അതിനെ അങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഇവിടെ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില പാർട്ടികൾക്കൊക്കെ അവരുടെ ഈ അലവലാതി രാഷ്ട്രീയം നടത്താൻ ഇതൊരു തടസ്സമായി വന്നേക്കാം. അപ്പോൾ ആ പരിപാടികളൊക്കെ അവരുടെയൊക്കെ സ്വന്തം മക്കൾ എവിടെയാണ് പഠിക്കുന്നത്, അവരെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് പൊരുത്തക്കേടുണ്ട്. വലിയൊരു ഹിപ്പോക്രസി അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണക്കാരൻ്റെ മക്കളെയെല്ലാം നമ്മുടെ രാഷ്ട്രീയം വളർത്താനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് ഇവിടെ ഇല്ല. അതാണ് ആ കോടതി വിധി, വളരെ ശക്തമായൊരു വിധിയാണ്. അതുകൊണ്ട് അധ്യാപകർക്ക് അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി അതിന് ആവശ്യമെങ്കിൽ, അത് സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അധ്യാപകർ അവരുടെ കുട്ടികളെ നോക്കുന്നത്. ബഹുഭൂരിപക്ഷം അധ്യാപകരും നന്മയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. അധ്യാപകരുടെ ഇടയിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് സ്കൂളുകളുമായി ബന്ധപ്പെടുന്ന ആളാണ്. എപ്പോഴും അധ്യാപകർക്ക് റിസോഴ്സ് പേഴ്സണായി നിൽക്കുന്ന ഒരാളാണ്. ധാരാളം അധ്യാപകർ എനിക്ക് പൊതുസമൂഹത്തിൽ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അധ്യാപകരെല്ലാവരും തന്നെ, ബഹുഭൂരിപക്ഷം അധ്യാപകരും, പിന്നെ അതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ട്. നല്ല കുഞ്ഞുങ്ങളെ നന്നാക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലാണ് അവരെല്ലാം ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ വടിയെടുത്തോളാൻ പറഞ്ഞ് നാളെ പോയി കുറേ വടിയെടുത്തുകൊണ്ട് വന്ന് ഓടിച്ചിട്ട് അടിക്കുക എന്നൊന്നും അല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ. അത്യാവശ്യമെങ്കിൽ ഒരു വടിയും അധ്യാപകന് കയ്യിൽ കരുതാം. അതുപോലെ തന്നെ അധ്യാപകനെതിരെ എന്തെങ്കിലും തരത്തിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത്, പലതരത്തിൽ കള്ളക്കേസുകളുണ്ടാക്കി അധ്യാപകർക്കെതിരെ പ്രയോഗിക്കുക. അതുപോലെ തന്നെ ഈ സ്കൂളുകളിലെല്ലാം ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അധ്യാപകർക്കെതിരെ. നമുക്ക് ആ ബോക്സൊക്കെ അതിൻ്റെ സ്പിരിറ്റിലല്ല പോകുന്നത്. അധ്യാപകർക്കെതിരെയൊക്കെ വളരെ നമുക്കിഷ്ടമില്ലാത്തവർക്കെതിരെയൊക്കെ മോശം എഴുതിയിടുക, അല്ലെങ്കിൽ കള്ളക്കേസുകൾ കൊടുക്കുക, പോസ്കോ കേസിൽ കൊടുക്കാനായിട്ട് കള്ളം പറഞ്ഞ് അധ്യാപകരെ കൊടുക്കുക. അതുപോലെ തന്നെ ആത്മഹത്യാശ്രമം നടത്തുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, ചാനലിൽ പോയിരുന്ന് സംസാരിക്കുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വളരെ വൈകല്യം നിറഞ്ഞ ഒരു സമൂഹം. അത് മാതാപിതാക്കളും കൂടെ കൂട്ടു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. ഇനിയും അധ്യാപകർക്കെതിരെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആ കംപ്ലൈൻറ്റ് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നോട്ടീസ് കൊടുത്ത് മാത്രമേ അത്തരത്തിലുള്ള എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കാവൂ എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പോലീസ് മേധാവിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയി അധ്യാപകരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സമൂഹത്തിലെ അധ്യാപകരുടെ മുറയിൽ നശിപ്പിച്ച, അധ്യാപകരുടെ ആത്മവിശ്വാസം കെടുത്തിയ, അധ്യാപകരെ വരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച പ്രവണതകൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിധിയിലൂടെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. ചില അധ്യാപകരൊക്കെ വൈകല്യങ്ങളുള്ളവരാണ്, മാനസിക രോഗികളായ അധ്യാപകർ, പേഴ്സണാലിറ്റി ഡിസോർഡർ അധ്യാപകർ. ഇത്തരം ആൾക്കാരെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം അധ്യാപകർക്കൊക്കെ ആവശ്യത്തിനുള്ള ചികിത്സകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വിടേണ്ടതായിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം അധ്യാപകർ ഇതൊന്നും കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് അടിക്കാനൊന്നും പോകുന്നവരല്ല. പക്ഷേ അവർക്ക് ഈ ഒരു അവകാശം കൊടുത്തതിലൂടെ അവർക്ക് അവരുടെ ജോലി നല്ല രീതിയിൽ ചെയ്യുക. അവരുടെ ജോലി എന്താണ്? നല്ലൊരു പൗരനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് അവർക്ക് ഒരു സഹായമാകും ഈ വിധി എന്നുള്ളതിന് ഒരു സംശയവുമില്ല. വളരെ ദൂരവ്യാപകമായ, വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റുള്ള ഒരു വിധിയാണിത്. വേറൊന്ന്, പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ചില പേരൻസിനൊന്നും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം അവർ അച്ചടക്കമുള്ളവരും മൂല്യബോധമുള്ളവരും നന്മയുള്ളവരുമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർക്കറിയാം അവർ നല്ലവരാണെങ്കിൽ അതുപോലെ അധ്യാപകർ നല്ലവരാണ്, അവർ നല്ല കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാനാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാവും. ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഇനി ആ ബോധമില്ലാത്ത ഒരു വിഭാഗമുണ്ട്, അവർക്ക്
വേണ്ടി ഇവിടെ പിന്നെ നമ്മളിനിയും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് അതൊന്നും ഇല്ലാത്ത സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനൊക്കെ ധാരാളം ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് കൊണ്ടുവിടാം. അതായിരിക്കും ഇനി അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഹോം സ്കൂളിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ആലോചിക്കാം. പക്ഷേ എന്തായാലും പൊതുവിദ്യാഭ്യാസം നന്നാകണമെങ്കിൽ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ബേസിക് ലക്ഷ്യം പൊതുവിദ്യാഭ്യാസം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊരു കെയോസ് ആയിരിക്കുന്ന ആളെ കാണേണ്ടി വരിക. ഇത് വലിയ എല്ലാവരെയും നഷ്ടപ്പെടുത്തി കളയാനുള്ളൊരു സാധ്യതയായിരിക്കും. മറ്റൊരു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്, നമ്മളൊരു വടിയെടുത്തുകൊണ്ട് മാത്രം കുട്ടികളെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ കോടതി ഈ ഒരു സന്ദർഭത്തിൽ ഒരു അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിന് അപ്ലൈ ചെയ്ത് ഒളിച്ചിരിക്കേണ്ട ഗതികേട് വന്ന ഒരു സാഹചര്യത്തിൽ, തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു കേസ് വരികയും ഒളിച്ചിരിക്കേണ്ട അവസ്ഥ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ അവിടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പൂർണ്ണമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് നമ്മളിനി ആലോചിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇതിനൊരു മറുപടി, എന്നോട് പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള അഭിപ്രായം ഇതാണ്: വടി കൊണ്ട് മാത്രം നമുക്ക് കുട്ടികളെ രക്ഷിക്കാനോ വിദ്യാഭ്യാസത്തെ രക്ഷിക്കാനോ പറ്റില്ല. വിദ്യാഭ്യാസത്തിൽ നമുക്ക് വേണ്ടത് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയാണ്. അതിൽ കുട്ടികളെ ക്രമീകരിക്കുക, അച്ചടക്കം, അതൊക്കെ ഒരു ഭാഗമാണ്. വേറൊന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റാണ്. കുട്ടികളുടെ ഹാപ്പിനെസ് ഉയർത്തണം, കുട്ടികൾക്ക് നല്ല ആക്ടിവിറ്റീസ് വേണം, കുട്ടികൾക്ക് നൈപുണ്യങ്ങൾ വളരണം, കുട്ടികളുടെ മനോഭാവത്തെ ഉയർത്താനും കുട്ടികളുടെ മൂല്യബോധത്തെ ഉയർത്താനും കുട്ടികളെ കൂടുതൽ ബെറ്ററായിട്ട് സംസ്കരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടാകണം. ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഓറിയൻറ്റേഷനിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം. 5ാം ക്ലാസ്സായിട്ടും എഴുതാൻ അറിയത്തില്ല, 10ാം ക്ലാസ്സായിട്ടും കണക്ക് ചെയ്യാൻ അറിയത്തില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കാൻ അതിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ് മുതലേ ഓരോ ക്ലാസ്സിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി, ഓരോ സ്റ്റേജിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാഭ്യാസത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബാല്യത്തിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, കൗമാരത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഒരു സ്കൂളിൽ നിന്ന് 10ലോ 12ഓ ഒക്കെ കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ എന്തെല്ലാം നൈപുണ്യങ്ങളും അറിവും കഴിവും ഒക്കെ ആയിട്ട് ഇറങ്ങണം. അതുപോലെ അവരുടെ ഒരു ക്യാരക്ടർ ബിൽഡിങ്, അതുപോലെ തന്നെ അവരെ കണ്ടെത്താൻ അവരെ സഹായിക്കണം. കണ്ടെത്താത്ത കുഞ്ഞുങ്ങളാണ് അവർ പുറത്തിറങ്ങി അവരാരാണെന്ന് അന്വേഷിച്ച് നടക്കുന്നത്. നേരെ മറിച്ച് അവർക്ക് അവരാരാണെന്നുള്ളൊരു ബോധത്തോടെ അവരെ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാൻ അവസരം കൊടുത്താൽ അവരാ ലക്ഷ്യത്തിലേക്ക് തന്നെ നടന്നു നീങ്ങും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ നൈപുണ്യങ്ങൾ വളർത്താനും അവരുടെ താലന്തുകൾ കണ്ടെത്താനും അവരെ കൂടുതൽ കഴിവുള്ളവരാക്കി മാറ്റാനും, എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവായിട്ട് കുട്ടികൾ പോകത്തില്ല. ഇനി എന്തെല്ലാം ചെയ്താലും അതിനകത്ത് ഫിറ്റാകാത്ത കുറച്ച് കുട്ടികൾ, അത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ ഫിറ്റല്ലാത്തവരുടെ എണ്ണം കൂടിയപ്പോഴാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തകിടം മറിഞ്ഞത്. അതുകൊണ്ട് വിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ വിദ്യാഭ്യാസം വെളിച്ചമാണ്. ആ ഒരു വെളിച്ചം കുട്ടികളിൽ കിട്ടണം. വിദ്യാഭ്യാസം മാനസിക ആരോഗ്യം കൊടുക്കണം. വിദ്യാഭ്യാസം കളിയും സംസ്കാരവും ഒക്കെ മൂല്യബോധവും ഒക്കെ കുഞ്ഞുങ്ങളിൽ കൊടുക്കണം. അപ്പോൾ വിദ്യാഭ്യാസം സമഗ്രമായി കഴിഞ്ഞാൽ ഈ വടി എന്ന് പറയുന്നത് ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തെ നന്നാക്കാനൊന്നും സാധിക്കില്ല. അതുപോലെ അധ്യാപകർ നല്ല രീതിയിൽ പരിശീലിക്കപ്പെടണം. കാരണം ഞാനും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ചെറിയ കാലത്തേക്കെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വടിയുമില്ലാതെ തന്നെ കുട്ടികളെ നമുക്ക് നന്നായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും, അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊക്കെ പറ്റണമെങ്കിൽ ചില സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ അധ്യാപകർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അധ്യാപകരുടെ പേഴ്സണാലിറ്റി, അധ്യാപകരുടെ വാല്യൂസ്, അധ്യാപകരുടെ പ്രയോറിറ്റീസ്, ഇതൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കാത്ത ഒരു കുട്ടിയെ പഠിക്കാത്തതിനടിച്ചാൽ അത് വിവരക്കേടാണെന്ന് ഞാൻ പറയും. കാരണം പഠിക്കാൻ ഒരു കുട്ടിയെ പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, പഠിക്കാൻ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതൊരു ടീച്ചറിൻ്റെ കഴിവാണ്. ആ കഴിവ് കുറഞ്ഞു പോയതിന് അതിനോട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇനി പഠനത്തിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് ആ കുട്ടിയുടെ ഒരു അവസ്ഥയാണ്. അതിനെ റീഫോം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പേരൻസുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് അതിനെപ്പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കും. ഇപ്പം 4 വാചകമുള്ളൊരു കാര്യം പഠിക്കാൻ കഴിയാത്തൊരു കുഞ്ഞ് 1 വാചകം പഠിച്ചാൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് കുട്ടി തെറ്റാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തെറ്റെന്താണ്, തെറ്റല്ലാത്തത് എന്താണ്, ഇതൊക്കെ അറിയണം. ഇതിന് നല്ല ട്രെയിനിങ്
അധ്യാപകർക്ക് ആവശ്യമാണ്. അധ്യാപകരുടെ പേഴ്സണാലിറ്റി, അധ്യാപകരുടെ മൂല്യബോധമൊക്കെ ഉയർന്നു നിന്നാലേ ഈ കാലഘട്ടത്തിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പേരൻസിനെ ശരിയായ രീതിയിൽ ട്രെയിൻ ചെയ്യണം. കാരണം കുട്ടികളുടെ റീഫോർമേഷനിൽ അല്ലെ കുട്ടികളുടെ ഒരു ഫലപ്രദമായ വളർച്ചയിൽ പേരൻസിനെയും കൂടി ട്രെയിൻ ചെയ്യണം. ചെറിയ ക്ലാസ്സുകൾ മുതൽ പേരൻസ് എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, എന്ത് കൊടുക്കരുത് എന്നുള്ളത് കൃത്യമായി വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്, നമ്മൾ പേരൻറ്റിങ് ചെയ്യുന്ന രീതി വളരെ മോശമാണെങ്കിൽ സ്കൂളിലെ അച്ചടക്കത്തിലൊക്കെ കുട്ടി ഫിറ്റാവില്ല. സ്കൂളിൽ അച്ചടക്കം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന അധ്യാപകരോട് കുട്ടിക്കും പേരൻറ്റിനും അരിശം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പേരൻറ്റിങ്ങിലെ ഒരു പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് അധ്യാപകർ ഒരു കാര്യത്തിനൊന്ന് ശിക്ഷിച്ചാൽ അതിന് കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന മാതാപിതാക്കൾ ഒരിക്കലും കുട്ടിയോടൊരു നന്മയല്ല ചെയ്യുന്നത്. ഇനി അവിടെ അധ്യാപകരുടെ ഭാഗത്ത് എന്തെങ്കിലും കൃത്യമായ തെറ്റുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ വേണം അത് അഡ്രസ്സ് ചെയ്യാൻ. അല്ലാതെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അധ്യാപകരെ ആക്ഷേപിക്കുന്ന ഒരു മാതാപിതാക്കൾ ഒരിക്കലും ആ കുട്ടിയോട് നന്മയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടിയെ ഒന്ന് ശിക്ഷിച്ചതിൻ്റെ പേരിൽ തെറ്റായ രീതിയിൽ, ഇപ്പോൾ എനിക്കറിയാം പിന്നെ കുട്ടിയെ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അത് അധ്യാപകനെ പോസ്കോ കേസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ച പേരൻസിനെ എനിക്കറിയാം. അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ്? അവരുടെ തലമുറകൾ നശിച്ചു പോവില്ലേ? നല്ലവനായ ഒരു അധ്യാപകനാണ് പോലീസ് അതിക്രൂരമായി കൈകാര്യം ചെയ്ത് ആ പയ്യൻ്റെ ഭാവി പോലും നശിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഇതിൻ്റെയൊക്കെ പേരിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണെന്ന് സമൂഹം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകരെക്കുറിച്ച് കുട്ടികൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ അന്വേഷിച്ചാൽ അത് കാരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടണം. കാരണങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകരുത്. കുട്ടികളെ വൈകാരികമായി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചീത്തയാക്കരുത്. കുട്ടികളെ ഉത്തരവാദിത്വം പഠിപ്പിക്കുക. കുട്ടികളെ അവകാശങ്ങളല്ല പഠിപ്പിക്കേണ്ടത്, ഉത്തരവാദിത്വം. ലോകത്തെ എല്ലാ രാജ്യങ്ങളും കുട്ടികളെ ഉത്തരവാദിത്തങ്ങളാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഇവിടെ അവകാശങ്ങളാണ് ആദ്യം പഠിപ്പിച്ചത്. അതാണ് കുഴപ്പം പറ്റിയത്. അതുപോലെ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രധാന പ്രശ്നം മാതാപിതാക്കളാണ്. കാരണം ഒരു കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഹെറിഡിറ്ററി ആണെങ്കിലും ഒരു കുട്ടിയുടെ മാനസികാരോഗ്യത്തിൻ്റെ വളർച്ചയിൽ എൻവയോൺമെൻ്റ് ആണെങ്കിലും എല്ലാം ആദ്യം കൊടുക്കുന്നത് പേരൻസാണ്. അതുകൊണ്ട് അതെല്ലാം ക്ലാസ്സിലൊരു കുട്ടി അങ്ങനെ സ്കൂളിൽ നിന്നല്ല അതൊക്കെ സംഭവിക്കുന്നത്. അതിൽ പേരൻറ്റ് ഒരുപാട് ട്രെയിൻഡ് ആവേണ്ടതായിട്ടുണ്ട്. പേരൻറ്റ് ചെറിയ പ്രായം മുതലേ കുട്ടികളുടെ മാനസികാരോഗ്യത്തെയൊക്കെ എക്യുപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൈകാരിക ആരോഗ്യത്തെ എക്യുപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സംസ്കാരവും മൂല്യമുള്ളവരായി ആത്മാഭിമാനമുള്ള നട്ടലുള്ള കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ കംപ്ലൈൻറ്റ് പറയാനല്ല കുട്ടികൾ പഠിക്കുന്നത്, നല്ല ഓരോ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അവർ പഠിക്കും. ഓരോ കാര്യങ്ങളുമായിട്ട് ആരോഗ്യപരമായി പ്രതികരിക്കാൻ പഠിക്കും. ഓരോ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും. നമ്മളെ വഴക്ക് പറയുകയും ക്രമീകരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ശിക്ഷിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ശത്രുക്കളല്ലെന്നും അത് നമ്മളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ചെറിയ പ്രായം മുതലേ കുട്ടികൾ അറിയണം. ഞാൻ പലപ്പോഴും പേരൻസിനോടൊക്കെ പറയാറുണ്ട്, കുട്ടികളോടും പറയാറുണ്ട്, ദൈവമേ എന്നെ ക്രമീകരിക്കാനും തിരുത്താനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണേ. സത്യത്തിൽ അങ്ങനെ ഒരാളാണ് നമ്മളാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരു നല്ല കണ്ണാടി ഇല്ലാത്തതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. അതിന് തടസ്സമായി നിന്ന മാതാപിതാക്കളും അതിന് തടസ്സമായി നിന്ന സമൂഹവും വളരെ മോശപ്പെട്ട രീതിയിലാണ് പല പോലീസുകാരും അധ്യാപകരോടൊക്കെ ഇടപെട്ടിട്ടുള്ളത്. അതൊക്കെ അവൻ്റെ ഉള്ളിലെ വൈകല്യങ്ങളാണ് പുറത്തു വന്നത്. ഈ തെറ്റായ വഴിയിലൂടെയൊക്കെ ഉദ്യോഗത്തിലൊക്കെ കയറിയവരെ സംബന്ധിച്ച് അവർക്ക് അധ്യാപകരെ ഒന്നും മാനിക്കാൻ അറിയില്ല. അധ്യാപകരെ എല്ലാവരും മാനിക്കണം. പുരോഹിതന്മാരെ അധ്യാപകരെ മാനിക്കണം, രാഷ്ട്രീയ നേതാക്കന്മാരെ അധ്യാപകരെ മാനിക്കണം, സമൂഹത്തിലുള്ള എല്ലാവരും അധ്യാപകരെ മാനിക്കണം. അധ്യാപകൻ ഉയർന്നു നിൽക്കാത്ത ഒരു സമൂഹവും തല ഉയർത്തി നിന്നൊരു ചരിത്രമില്ല. ഇന്ന് തല കുനിച്ച് ഈ സമൂഹം നിൽക്കുന്നതിൻ്റെ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അധ്യാപകരെ നിന്ദിച്ചതിൻ്റെ ഫലമാണ്. ഇനിയെങ്കിലും അതിനൊരു തിരുത്തലുണ്ടാകട്ടെ. ഈ വിധി ഒരു വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ സമൂഹത്തിൽ കൊടുക്കുമെന്ന് ചിന്തിക്കുകയാണ്. എന്നും പറഞ്ഞ് ഇതല്ല ഇതിന് ഇത് മാത്രമല്ല ഇതിന് പരിഹാരം. സമഗ്രമായ ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസത്തിലുണ്ടാവണം. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും മികച്ച വ്യക്തിത്വങ്ങളാക്കി, ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളാക്കി, അല്ലാതെ എനിക്ക് കുറച്ച് ബലമുണ്ട് അതുകൊണ്ട് മറ്റുള്ളവൻ്റെ തലയടിച്ച് പൊട്ടിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ അല്ല ഈ സമൂഹത്തിൽ വളർത്തേണ്ടത്. എനിക്ക് ബലമുണ്ടെങ്കിൽ ആ ബലം കൊണ്ട് ബലമില്ലാത്തവന് സഹായമായി മാറണം. എനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ്റെ സഹായമായി എൻ്റെ ബുദ്ധി മാറണം. എൻ്റെ താലന്തുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നമ്മൾ മറ്റുള്ളവർ കൂടി
സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിഫലനം. അതുകൊണ്ട് എൻ്റെ സുഖം മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും സുഖവും ലോകത്തിൻ്റെ സുഖവുമൊക്കെയായി ഞാൻ മാറുമ്പോഴാണ് അത് വിദ്യാഭ്യാസമായി മാറുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇത് നല്ലതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ കാര്യങ്ങളും ജീവിത കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ തുടരുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി ലിവിങ്.